1960 പുറത്തിറങ്ങിയ കളത്തൂർ കണ്ണമ്മയ്ക്ക് തമിഴ് സിനിമാ ചരിത്രത്തിൽ ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. കാരണം ഈ ചിത്രത്തിലൂടെയാണ് ഇന്ത്യ കണ്ട എക്കാലത്തെയും പ്രതിഭാധനനായ ശ്രീ കമലഹാസൻ അരങ്ങേറുന്നത്, ഒരു ബാലനടനായി. ഇതിൽ അഭിനയത്തിന് അദ്ദേഹത്തിന് ദേശീയ പുരസ്കാരം ലഭിക്കുകയും ചെയ്തു. ശ്രീ ഭീംസിംഗ് ആയിരുന്നു സംവിധായകൻ. AVM പ്രൊഡക്ഷൻസിൻ്റെ സ്ഥാപകനായ AV മെയ്യപ്പ ചെട്ടിയാർ ഇതിൽ അഭിനയിക്കുന്ന സമയത്ത് കമലഹാസൻ, വികൃതിയായ കമലഹാസന് ബിസ്ക്കറ്റും ചോക്ലേറ്റും കളിസാധനങ്ങളുമെല്ലാമാണ് കൈക്കൂലിയായിട്ട് കൊടുത്തതെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ കൈക്കൂലി കൊടുത്ത് അഭിനയിപ്പിച്ച കമലഹാസൻ്റെ അഭിനയം വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു. ഇതിൽ കമലഹാസന് വേണ്ടി MS രാജേശ്വരി പാടിയ മനോഹരമായൊരു ഗാനമുണ്ട്. MS രാജേശ്വരി എന്ന് പറയുന്നത് മലയാളത്തിലെ ലതാ രാജു എങ്ങനെയാണോ അതേപോലെയാണ് തമിഴിലെ MS രാജേശ്വരി. കുട്ടിപ്പാട്ടുകളുടെ ഒരു സ്പെഷ്യലിസ്റ്റായിരുന്നു അവർ പാടിയ അമ്മാവും നീയേ അപ്പാവും നീയേ ഉലകനായകൻ്റെ അരങ്ങേറ്റം നമുക്കൊന്ന് കാണാം. ഏഴാം നൂറ്റാണ്ടിലെ ഒരു പേർഷ്യൻ സംഭവകഥയായിരുന്നു ലൈല മജ്നു. ദേശങ്ങളും ഭാഷകളും മാറി മാറി ഈ ഉദാത്തമായ പ്രണയകഥ പറഞ്ഞു. ഇതിന് നിരവധി സിനിമാ ഭാഷ്യങ്ങളും ഉണ്ടായി. 1962 ലൈല മജ്നുവിൻ്റെ മലയാളത്തിലെ സിനിമാ ഭാഷ്യം വരുന്നത്. ഇതിലെ ഗാനങ്ങൾ ചിട്ടപ്പെടുത്തിയത് ഭാസ്കരൻ മാസ്റ്ററും ബാബുരാജുമായിരുന്നു. ഇതിൽ മനോഹരമായൊരു കുട്ടിപ്പാട്ടുണ്ട്. പി ലീലാമ്മയും AP കോമളയും ചേർന്ന് പാടിയ കൂട്ടി നീളം കിളി കുഞ്ഞാത്ത കിളി കൂടും മറന്നിട്ട് പോവല്ലേ. കൂട്ടിലിളം കിളി കുഞ്ഞാറ്റ കിളി കൂടും വെടിഞ്ഞിട്ട് പോവല്ലേ. കൂട്ടിനു കിട്ടിയ തോഴനെ വിട്ടി കുഞ്ഞാറ്റ കിളി പോവില്ല. ദൂരത്തെ പാദോഷ നട്ടു വളർത്തുന്ന കാരക്ക തോട്ടത്തിൽ പോവില്ലേ.
കുഞ്ഞാറ്റക്കിളി പോവില്ല കൂടും വെടിഞ്ഞിട്ടു പോവല്ലേ കുഞ്ഞാറ്റക്കിളി പോവില്ല കൂടും വെടിഞ്ഞിട്ടു പോവല്ലേ കുഞ്ഞാറ്റക്കിളി പോവില്ല